പൊന്നാങ്കണ്ണി ചീരയില്ലേ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇവിടെ ഇപ്പൊ ചീര മേടിച്ച് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കാഴ്ച ശക്തി റെഡിയായി. ഇപ്പൊ ജന്മന കാഴ്ചയില്ലാത്തൊരു കുട്ടിക്ക് കാഴ്ച എല്ലാ ഡോക്ടേഴ്സും മടക്കിയതായിരുന്നു, എടപ്പള്ളി തന്നെ ഉള്ളത്. പക്ഷെ 48 ദിവസം അവര് ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇവിടെ വന്നിട്ട് കൊച്ചിന് ചീര ജ്യൂസാക്കി രാവിലെ തന്നെ കൊടുത്തിട്ട് പിന്നെ LFC പോയി ടെസ്റ്റ് ചെയ്തപ്പോ കാഴ്ച റെഡിയായി. ഇതിന്റെ പേര് പൊന്നാങ്കണ്ണി, കണ്ണിനെ പൊന്നാക്കണ ചീര എന്നാണ് ഈ പൊന്നാങ്കണ്ണിയുടെ അർത്ഥം തന്നെ. ഞാൻ തന്നെ ഇതൊരു 2.5 ലക്ഷം പേർക്ക് എന്താ പറയാ, പൊന്നാങ്കണ്ണി ചീര ഏകദേശം 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഒരു വീട്ടമ്മ. ഈ കൂമ്പലിയില്ലേ, ഈ കൂമ്പല വെളിച്ചെണ്ണയില് കത്തിച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും കെടാണ്ട് നിന്നോളൂ. അപ്പൊ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പൊ ഇത് വെളിച്ചെണ്ണയില് മുക്കിയിട്ടാണ് ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാല് കെടൂലെന്നാ പറയണത്. ഇത് ഇതേപോലെ കത്തി മണിക്കൂറുകളോളം നിക്കൂന്ന്. ഇത് പച്ചയിലേ കത്തുന്ന പച്ചയില നമ്മ കൂമ്പ് പൊടിച്ച് പച്ചനെ തന്നെയല്ല നമ്മ ഈ കത്തിച്ചത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കൊച്ചി വൈപ്പിനിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. വൈപ്പിനുള്ളത് എക്സാക്ട്. എന്താ പറയുക, പൊന്നാങ്കണ്ണി ചീര ഏകദേശം 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഒരു വീട്ടമ്മ. ആ ചരിത്രം, അതിൻ്റെ വിജയം, അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് വിജയം ഉണ്ടാക്കിയ അടിപൊളി ഒരു വീട്ടമ്മയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നത്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, സജീവമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുന്നവരും അതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരു പക്ഷേ അറിയുമായിരിക്കും. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിക്കാം. എൻ്റെ പേര് സുൽഫത്ത്, എറണാകുളം ജില്ലയിലെ ഇടവനക്കാട് പഞ്ചായത്തിലെ വീട്. 33 വർഷമായിട്ട് കൃഷിയിൽ സജീവമാണ്. എന്നുവെച്ചാൽ ഒരു കൃഷി തന്നെ എന്നുവെച്ചാൽ ഒരു വളരെ ചെറുപ്പം, ഒരു 17 വയസ്സ് തുടങ്ങി കൃഷി തുടങ്ങിയതാണ്. ഇൻകം ഇപ്പൊ കൃഷി നിന്നിട്ട് മാസം ഒരു 1.5 ലക്ഷം രൂപക്ക് ഇപ്പുണ്ട്. അതെ അതെ. പച്ചക്കറി അല്ലേ, ഞാൻ ഈ ഔഷധ ചെടികളും അതിന്റെ വിത്തും തയ്യും പിന്നെ മരുന്നിനൊക്കെ ആയിട്ട് അയച്ചു കൊടുത്തിട്ട് അത് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് കൊറിയർ ചെയ്യാണ്ട്. ഞാനിവിടെ ഒരു 150 വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞൾ, അതൊരു വർഷം ഒരു 200 കിലോ പൗഡറിൽ കൊടുക്കുന്നത്. അതിന് മാർക്കറ്റ് ഉണ്ട്. 2500 രൂപയുടെ 1 കിലോ. പിന്നെ ദന്തപാലയുടെ ഓയില് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ആണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ നമ്മൾ തന്നെ ചെയ്യുന്നു. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തേങ്ങയൊക്കെ നമ്മൾ ആക്കുന്നതാണ്. അപ്പൊ ഒക്കെ പ്യുവറായിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. സ്ഥിരം മേടിക്കണവര് പിന്നെ പറഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് മാർക്കറ്റ് ചെയ്യുന്ന എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. ഒക്കെ സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ വന്ന അനുഗ്രഹം ചില്ലറയല്ല അല്ലേ? ചില്ലറയല്ല. ഓക്കെ, ഇനി എന്തായാലും ഞാൻ വൈപ്പിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ശരിക്കും ഇവിടെ വന്നിറങ്ങും. നമ്മൾ സിനിമകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ പരിചയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളത്തിന് പോലും അല്ലേ ഭയങ്കര ക്ഷാമമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഉപ്പാണ്. ഇത് ഒരു പക്ഷേ കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് അത് അഫക്ട് ചെയ്യും. മാത്രമല്ല പിന്നെ ഭൂമിയിലെ വെള്ളം മൊത്തം ഉപ്പായി മാറും. നമ്മളിപ്പോ ലാസ്റ്റ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഒരു ഫെബ്രുവരി മാർച്ചോടുകൂടെയൊക്കെ ഭൂമിക്കടി വെള്ളം കുറയും. നമ്മൾ മോട്ടർ അടിച്ചു കഴിഞ്ഞാല് മൊത്തം ചെടികൾക്ക് കഴിച്ചിലൊക്കെ വരും. പിന്നെ നമ്മ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അത്രയും വെല്ലുവിളികൾക്കിടയിൽ നിന്നാണ് ഈ വീട്ടമ്മ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ലാഭമായി ഒരു മാസം ഉണ്ടാക്കുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു വിജയകഥ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് ഞൊട്ടാഞ്ഞൊടിയനല്ലേ? ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ്. അപ്പൊ ഞൊട്ടാഞ്ഞൊടിയൻ എന്നൊക്കെ പറയുന്ന അന്യം നിന്ന് പോയി. ഇപ്പൊ ഇതിന് ഒരെണ്ണത്തിന് 17 രൂപ വിലയൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ഒരു കായ മേടിക്കുന്നത്. ഒരു കായ്ക്ക? അതെ, ലുലുലും വലിയ ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് പറമ്പീന്നൊക്കെ പറിച്ച് കഴിച്ച് അവർക്ക് യാതൊരു അസുഖം പറയണേ ശരിയായിരിക്കുള്ളൂ. അവർക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഉണ്ടായില്ല പറമ്പിലത്തെ ഇതേപോലെ ഉള്ള. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും കഴിക്കൂലല്ലോ. പക്ഷെ ഇപ്പത്തെ ഒരു തലമുറ ഇതൊക്കെ തേടി പിടിച്ച് ഇതൊക്കെ നട്ടുപിടിപ്പിക്കണം, ഇതൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹക്കാർ. ഇതൊക്കെ നന്നായി സെയിലുണ്ടോ? ഇതൊക്കെ ഇതിന്റെ വിത്തും തൈയൊക്കെ നമ്മൾ സെയിലുണ്ട്. എത്ര രൂപയ്ക്ക് വിൽക്കും? ഇതിപ്പോ വിത്ത് ആളുകൾക്ക് ഇപ്പൊ ഒരു 60 രൂപക്ക് ഒരു 5 വിത്തൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കും. ഇത് പട്ടുചീര എന്ന് പറഞ്ഞ ചീരയാണ്. പട്ടുചീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാ ചീര തന്നെ നല്ല കളറായിരിക്കുള്ളൂ. ഇതിന് ട്രെൻഡ് ആയിട്ടുള്ള ചീര സാധാ ചീരയുടെ തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ മല്ലിയാണ്. മല്ലി എല്ലാവർക്കും പാകി മുളപ്പിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല, നമ്മൾ പാകി മുളപ്പിക്കണതാണ്. പിന്നെ ഇതാണ് മധുരത്തുളസി. മധുരത്തുളസി ഇതിന്റെ പ്രത്യേകത എന്താ? മധുരത്തുളസി എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർ പേഷ്യൻസിന് ചായക്ക് പഞ്ചസാരക്ക് പകരം
ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സ്റ്റീവിയ ടീ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലൊക്കെ കിട്ടൂലേ, ചായപ്പൊടി കൂടെ ഇതിന്റെ ഇല പൊടിച്ചിട്ടിട്ട് എന്നുവെച്ചാൽ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താനും പറ്റും. ഈ പഞ്ചസാര കഴിക്കുകയും ചെയ്യും അവർക്ക്. ഇതിന് മധുരമുണ്ടോ? ഇതിന് ഭയങ്കര മധുരമാണ്. ഭയങ്കര മധുരമാണ്. ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ്. ഇത് നമുക്ക് ജ്യൂസിലൊക്കെ ചേർത്തേന പഞ്ചസാര ഉപയോഗിക്കേ വേണ്ട. ഇതാണ് കേശവർദ്ധിനി. അപ്പൊ പേര് പോലെ തന്നെ മുടി വളർച്ചക്കും അകാലനര, പ്രധാനമായിട്ട് അകാലനരയൊക്കെ ഉള്ളവർക്ക് ഇതിനെ നീരെടുത്ത് വെറുതെ തേച്ചാൽ മതി, അല്ലെങ്കിൽ എണ്ണ കാച്ചി തേക്കാം. നീരെടുത്ത് വെറുതെ മുടിയിൽ തേച്ചാൽ മതി. അതെ 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 അതെ. അത് എത്ര നാൾ കൊണ്ട് റിസൾട്ട്? അതിന് നല്ല റിസൾട്ട് ആണ്. അപ്പൊ നമ്മിങ്ങനെ കയ്യിലിട്ട് തിരുമ്മി കഴിഞ്ഞാൽ നീരിട്ടും നമുക്ക് കുറച്ചധികം ഇങ്ങനെ നീരിട്ടു. അത് അപ്പൊ നീര് കിട്ടിയിട്ട് ആ നീരെടുത്തിട്ട് നമ്മൾ തേച്ചു കൊടുത്താൽ മതി. മുടിയിൽ തേച്ചാൽ മതി. മുടിയിൽ മീശയമല്ല താടിയിലൊക്കെ തേച്ചു കൊടുക്കാം. ഇതില് അസോളയാണ്. ഇത് മീനിന് കോഴിക്കൊക്കെ ഇത് അസോള ഞാൻ കൊറിയർ ചെയ്യുന്നുണ്ട്. അസോളയൊക്കെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കിട്ടൂല, അന്വേഷിച്ചിടന്നാല്. ഇതിൽ ഗപ്പീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ആമ്പലുണ്ട്, പല വെറൈറ്റി ആമ്പലുകളുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു വരുമാനം തന്നെയാണ് അസോള വളർത്തല്. എന്നുവെച്ചാൽ ആളുകൾക്ക് കോഴി വളർത്തണവർക്കും മുയല് പശു പോത്തിനൊക്കെ അസോള മനുഷ്യർക്കും കഴിക്കാൻ ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ആണല്ലോ. മിക്സ് തുളസി എന്ന് പറഞ്ഞാല് മിക്സിന്റെ മണമാണ്. നമ്മ പനി, ജലദോഷം, കഫക്കെട്ടിനൊക്കെ ആവി പിടിക്കുക, ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാം. നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് മിക്സ് തുളസിയുടെ പല വെറൈറ്റിയാണ് ഇതൊക്കെ. ഇത് വേറെ വെറൈറ്റി, അത് വേറെ വെറൈറ്റി, എല്ലാത്തിനും പ്രത്യേകിച്ചുള്ള ഫേവറാണ്. പിന്നെ ഇത് നമ്മുടെ പുതിനയില്ലേ, പുതിനയാണ്. നാരങ്ങയുടെ മണോണി തുളസിക്ക് കണ്ട. ഇതൊക്കെ വെറൈറ്റി തുളസികളാണ്. ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ എല്ലാത്തിനും ചെറുനാരങ്ങയുടെ അതേ മണമാണ്. പിന്നെ ഇത് അയ്യപ്പാന, നാഗവെറ്റില എന്നൊക്കെ പറയൂലേ, മൂലക്കുരുവിന് ഒരു ഒറ്റമൂലി തന്നെയെന്ന് പറയാം. ഇതിന്റെ ഇല നമ്മ ഒരു 15 ദിവസം ഒരു 7 ഇല വീതം കഴിച്ചാല് ബ്ലഡ് പോകണ മൂലക്കുരു വരെ ഒരുപാട് പേർക്ക് റിസൾട്ടാണ്. ചുമ്മാ വെറുതെ ചവച്ചാൽ മതി. പിന്നെ ഇത് ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്യാരറ്റ് നമ്മ എങ്ങനെ കട്ട് ചെയ്താലും എടുക്കും, അതേപോലെ ഓറഞ്ച് കളർ, പുറവും ഓറഞ്ച് അകവും ഓറഞ്ച്. പിന്നെ ഇത് ബിരിയാണി കൈത. ബിരിയാണി കൈത എന്ന് പറഞ്ഞാൽ നമ്മ ബിരിയാണി ഇല എന്ന് പറഞ്ഞ് മേടിക്കൂലേ, ഇതാണ് ബിരിയാണി കൈത. രമ്പയില. ബിരിയാണി ഇത് വെള്ളത്തേക്ക് ഇടൂലേ, അപ്പോഴാണ് ഇതിന് നല്ല ഫ്ലേവറൊക്കെ കിട്ടണത്. പിന്നെ ഇത് പാറ്റക്ക് ഏറ്റവും നല്ലതാണ്. കബോർഡിലൊക്കെ പാറ്റ കയറൂലേ, അപ്പൊ ഇത് കട്ട് ചെയ്ത് ഇട്ടതിനാല് പാറ്റ ശല്യം കുറയും. പിന്നെ ചുമ്മാ ഇട്ടാ മതി. പിന്നെ നമ്മ പുട്ടുണ്ടാക്കൂലേ, പുട്ടുണ്ടാക്കണതിന്റെ ഒക്കെ വെള്ളത്തിൽ ഇത് ഇട്ടതിനാല് നല്ല ഫ്ലേവർ ആയിരിക്കും. ഷുഗർ കപ്പയാ? അതെന്ത് സാധനം? ഷുഗർ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം. സാധാരണ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കപ്പ ഷുഗർ പേഷ്യൻസിന് കഴിക്കാം. അപ്പൊ അകത്തിച്ചീര എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മ മുരിങ്ങല പോലെ തന്നെ ഇതിന്റെ ഇലയും പൂവും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ എല്ലാം ഭക്ഷ്യയോഗ്യം ഉണ്ടാ. നമ്മ ഈ പൂവൊക്കെ നമുക്ക് മുരിങ്ങല പോലെ തന്നെ ഉപയോഗിക്കാം. തൈറോയിഡിന് ഏറ്റവും ബെസ്റ്റാണ്. വെക്കാനൊക്കെ അകത്തിച്ചീര നല്ലതാണ്. ഇതിന്റെ റെഡ് കളറിലുള്ളതുണ്ട്, വൈറ്റ് കളറിലുള്ളതുണ്ട്. നമുക്ക് ഇതേപോലെ താഴെ നട്ടുപിടിപ്പിക്കാം, പിന്നെ ചട്ടിയിൽ വളർത്താം. ഇതാണ് ഇരുവേലി. ഇരുവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വലിയ ചുമയും സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. ഇതിനെ നീര് കുടിച്ചാൽ മതി. നമുക്ക് വെറുതെ കുടിക്കാം, അല്ലെങ്കിൽ തേനിലൊക്കെ മിക്സ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ. ഇതൊക്കെ അന്യം നിന്ന ഔഷധ ചെടികളാണ്. ഇതൊക്കെ നമ്മ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഒരുപാട് പനിക്കൂർക്കയുടെ ഒരു വെറൈറ്റി തന്നെയാണ് അത്. പനിക്കൂർക്ക പക്ഷെ ഇത്തിരി കട്ടി കൂടുതലായിരിക്കും ഇലക്ക്, പിന്നെ തണ്ട് വെള്ളയാണ്. അതന്നെ, ഇതിനെയാണ് ചുമക്കൂർക്ക എന്ന് പറയണത്. റെഡ് കറ്റാർ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ജെല്ലാണ് റെഡ് ആകണത്. അപ്പൊ നമ്മ ഇതിന്റെ മുറിച്ച് കഴിഞ്ഞാല് ഈ ഇവിടെ വെച്ച് റെഡ് വരും. പിന്നെ അതിന്റെ ജെല്ല് എടുത്ത് നമ്മ പ്ലേറ്റ് വെക്കൂലേ, അപ്പൊ റെഡ് ആയിട്ട് വരും. ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ നല്ലതാണ്. നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ കയ്പ് ഉണ്ടാവൂല ജെല്ലിനൊന്നും. ഇത് വേറൊരു ആമ്പലാണ്. അപ്പൊ ആമ്പലൊക്കെ നിൽക്കുമ്പോ ഒരുപാട് ചെറുതേനീച്ചകൾ വരും. രാവിലെ നോക്കുമ്പോ നിറച്ച് ഈച്ചകളായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് കൃഷിയിടത്തില് ഈ പരാഗണം നടക്കണമെങ്കിൽ ചെറുതേനീച്ചകൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആമ്പലൊക്കെ വളർത്തിയേക്കണത്. ഇതാണ് മഞ്ഞക്കപ്പ. മഞ്ഞക്കപ്പ എന്ന് പറഞ്ഞാൽ റൊട്ടിക്കപ്പ
എന്നൊക്കെ ഏത്തക്കപ്പ എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ അന്യം നിന്ന് പോയി. ഇതിന്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ ഇരിക്കും. അതിന്റെ ആ കളറൊക്കെ നല്ല ഭംഗിയാണ്. ഇതാണ് തന്നെ പൊന്നാങ്കണ്ണി ചീര. ഈ നിൽക്കുന്നതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ സെക്ഷൻ അല്ലേ? അതെ, ഇതാണ് പൊന്നാങ്കണ്ണി. ഇതിനെന്താ ഇത്ര ഡിമാൻഡ് വരാൻ കാരണം? പൊന്നാങ്കണ്ണി ചീരയില്ലേ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. കഴിഞ്ഞാല് ഈ കണ്ണിന്റെ കാഴ്ചയാണ് പ്രധാനം. ഇവിടെ ഇപ്പൊ ചീര മേടിച്ച് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കാഴ്ച ശക്തി റെഡിയായി. ഇപ്പൊ ജന്മന കാഴ്ചയില്ലാത്തൊരു കുട്ടിക്ക് കാഴ്ച എല്ലാ ഡോക്ടേഴ്സും മടക്കിയതായിരുന്നു. എടപ്പള്ളി തന്നെ ഉള്ളത്. പക്ഷെ 48 ദിവസം അവര് ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇവിടെ വന്നിട്ട് കൊച്ചിന് ചീര ജ്യൂസാക്കി രാവിലെ തന്നെ കൊടുത്തിട്ട് പിന്നെ LFC പോയി ടെസ്റ്റ് ചെയ്തപ്പോ കാഴ്ച റെഡിയായി. അതേപോലെ തിമിരം ഒരുപാട് പേർക്ക് ഓപ്പറേഷൻ കൂടാണ്ട് ശരിയായിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിന് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ചീര കഴിക്കണം നല്ലതാണ്. അതുകൂടാണ്ട് ഒരു സൗന്ദര്യവർദ്ധന ചീരയും കൂടിയാണ് ഈ ചീര. പിന്നെ ഇത് നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, മുട്ടുവേദനക്ക് നല്ലതാണ്, അതേപോലെ മുലപ്പാൽ വർദ്ധിക്കാൻ നല്ലതാണ്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി, കണ്ണിനെ പൊന്നാക്കണ ചീര എന്നാണ് ഈ പൊന്നാങ്കണ്ണിയുടെ അർത്ഥം തന്നെ. പിന്നെ പഴയ കാലത്ത് തട്ടാമാർ ഉപയോഗിച്ചിരുന്നതാണ് സ്വർണ്ണം. എന്നുവെച്ചാൽ അത്ര പവർ ഉണ്ട് ഈ ചീരക്ക്. പിന്നെ അന്നത്തെ കാലത്ത് ഒരു 30-35 വർഷം മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ചീരയാണ്. പിന്നെ ഇത് അന്യം നിന്ന് പോയി. നമ്മുടെ കയ്യിൽ നിന്ന് അന്യം നിന്ന് പോയിട്ട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഒരു മിക്ക വീട്ടിലും കാരണം ഞാൻ തന്നെ ഇതൊരു 2.5 ലക്ഷം പേർക്ക് 2.5 ലക്ഷം പേർക്ക് തൈകളായിട്ട് കേരളത്തിൽ മാത്രമോ? കേരളത്തിലും ഇന്ത്യയിലെല്ലാവരും കൊറിയർ വിദേശത്തേക്ക് കേരളത്തേക്ക് നമ്മ അവർക്ക് അയച്ചു കൊടുത്തിട്ട് വിദേശത്തെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും എല്ലാ സ്ഥലത്തും ഖത്തറിലും ദുബായിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ലക്ഷദ്വീപില് അവര് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും. ലക്ഷദ്വീപിലേക്കൊക്കെ എനിക്ക് കൊറിയർ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴും ഞാൻ ഇതിന്റെ പൗഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ ചീരയായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിന്റെ പേഷ്യൻസ് ഉണ്ട്. ഒരു 48 ദിവസം വരെ ചീര. പിന്നെ പ്രകൃതി ചികിത്സയൊക്കെ നടത്തണവര് അവരുടെ ഇതിന്റെ ഭാഗമായിട്ട് പൊന്നാങ്കണ്ണി ചീര കൊടുക്കണത്. അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ ഇത് കറക്റ്റ് ഒറിജിനൽ പൊന്നാങ്കണ്ണി എങ്ങനെ തിരിച്ചറിയുന്നത്? ഇത് തിരിച്ചറിയാന്ന് വെച്ചാലില്ലേ ഇതേപോലെ തന്നെ ഇരിക്കണ 20ഓളം ചെടികളുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ എന്നെ പോലുള്ളവർക്ക് അറിയാം പൊന്നാങ്കണ്ണി. ഇതേപോലെ തന്നെയാണ് ആ ചെടികളും ഇരിക്കണത്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? നമുക്ക് അറിയാം. എന്തായാലും ആളുകൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം പൊന്നാങ്കണ്ണി മേടിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോ ഇട്ട് തരും വേറെ സ്ഥലത്തൊക്കെ മേടിച്ചിട്ട്. പക്ഷെ അതൊന്നും പൊന്നാങ്കണ്ണി ആയിരിക്കൂല. അപ്പൊ ഈ കറക്റ്റ് ചുവപ്പ് നിറമാണോ? അല്ല, ഇത് തണലത്ത് നിൽക്കുമ്പോ ഇളം പച്ചക്കളർ വരും. ഇത് വെയിലത്ത് നിൽക്കുമ്പോഴാണ് ഈ കണ്ട ഇപ്പൊ ചീര ഉണ്ട് ഇളം പച്ചക്കളറുണ്ട്. ആ ചേമ്പിന്റെ ഇലയുടെ അടിക്ക് അതാണ് തണലത്ത് നിൽക്കുമ്പോ അങ്ങനെ വരും. വെയിലത്ത് നിൽക്കുമ്പോ റെഡ് കളറിൽ വരും. പക്ഷെ കളർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കളറുള്ള റെഡ് കളറുള്ള ഒരുപാട് ചെടികളുണ്ട് ഇതേപോലത്തെ. ആൾക്കാർ തോരൻ പറ്റി കഴിക്കുന്നുണ്ട്. കഴിച്ചെന്ന് വിചാരിച്ചിപ്പോ കുഴപ്പമൊന്നുമില്ല. പൊന്നാങ്കണ്ണിക്ക് ഈ ഔഷധ ഗുണങ്ങളെല്ലാം ഉള്ളൂ. പൊന്നാങ്കണ്ണിക്ക് ഔഷധ ഗുണം നമുക്ക് ഡെയിലി തോരൻ വെച്ച് കഴിക്കാലോ. കറി വെച്ച് നമ്മുടെ ഭക്ഷണത്തിൽ എന്തായാലും ചീര വേണമല്ലോ. പിന്നെ ഈ പൊന്നാങ്കണ്ണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മ ഒരു പ്രാവശ്യം നട്ടാ മതി, പിന്നെ നമ്മുടെ പറമ്പേന്ന് ഇത് പോകൂല. അപ്പൊ മറ്റുള്ള ചീരകൾ എന്ന് വെച്ചാൽ നമ്മ മഴക്കാലത്ത് നടാൻ പറ്റൂല, മഴക്കാലത്ത് പറ്റൂലല്ല, പോകും. വേനൽക്കാലത്താണ് ആ ചീരയൊക്കെ നടുള്ളൂ. പൊന്നാങ്കണ്ണി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ പിന്നെ നമുക്കത് റീപ്ലാന്റ് ചെയ്ത് ഒരിക്കലും നമുക്ക് പോലെ. അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം നമ്മ പൈസ മുടക്കിയാൽ മതി ചീരയുടെ തൈക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മ പൈസയെ മുടക്കണ്ട. നമുക്ക് ഇഷ്ടം പോലെ ചീര ഏതെങ്കിലും ഒരു ഇലക്കറി കഴിക്കണമല്ലോ. അപ്പൊ ഇത്രയും ഗുണമുള്ള പൊന്നാങ്കണ്ണി കഴിക്കലല്ലേ നല്ലത്. അപ്പൊ ഇലക്കറി ആയിട്ട് നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം, കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോ അതിലിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സാമ്പാറിലിടാം, തോരൻ മറ്റുള്ള തോരനൊക്കെ വെക്കുമ്പോ അതിലൊക്കെ കട്ട് ചെയ്തിട്ടാ മതിയല്ലോ. എങ്ങനെയെങ്കിലും നമ്മുടെ തന്നാ മതിയല്ലോ ഡെയിലി കുട്ടികൾക്കൊക്കെ. പിന്നെ ദോശയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഏത് കറിയിലും മീൻകറി വരെ നമുക്ക് പൊന്നാങ്കണ്ണി ഇടാം. ഇതാണ് പാണ്ഡവത്തിരി. പാണ്ഡവത്തിരി എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഉണ്ടായില്ല. ഈ വഴിവിളക്കൊന്നും ഇല്ലാത്ത കാലഘട്ടത്തില് ഈ കൂമ്പലില്ലേ, ഈ കൂമ്പല വെളിച്ചെണ്ണയില് കത്തിച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും കെടാണ്ട് നിന്നോളൂ. അപ്പൊ ഇത് കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാവരും യാത്ര ചെയ്തിരുന്നത്. അത്ര ഇതുണ്ട്. അപ്പൊ പച്ചക്കറി ഈ ഇല ഇതിങ്ങനെ കൂമ്പ് വരൂലേ, ഈ ഇല വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് കത്തിച്ച് കഴിഞ്ഞാല് കെടാണ്ട് ഇങ്ങനെ നിന്നോളൂ. അപ്പൊ പണ്ട് കാലത്ത് എല്ലാവരും അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിക്കാൻ നമുക്ക് കാണിച്ചു തരാം. എന്നാ ശരിയാവുന്ന കാണണല്ലോ. അപ്പൊ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പൊ ഇത് വെളിച്ചെണ്ണയില് മുക്കിയിട്ടാണ്
ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ കെടൂലെന്നാണ് പറയണത്. പണ്ട് കാലത്ത് ഇതൊക്കെ കത്തിച്ച് ആണ് പോയിരുന്നതെന്നാണ് പറയണത്. ഇത് കത്തൂലേ? ഇത് ഇതേപോലെ കത്തി മണിക്കൂറുകളോളം നിൽക്കുമെന്ന്. അപ്പം ഇത് കത്തിച്ച് പിടിച്ചിട്ടാണ് പോയിരുന്നതെന്ന്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ. ഇതണ്ട ഇതേപോലെ നിൽക്കും. ഇത് പച്ചിലയുള്ള പച്ചില അല്ലെങ്കിൽ നമ്മളിങ്ങനെ കത്തിച്ചാൽ കത്തൂലല്ല. അപ്പം ഇതേപോലെ ഇത് മണിക്കൂറുകളോളം ഇപ്പം ഇതിപ്പോൾ ചെടി വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് വലിയ കൂമ്പല വലിയ മരമാകുമ്പോൾ വലിയതായിരിക്കുമല്ലോ അല്ലേക്ക. ഇതേപോലെ നിന്ന് ശകലം കത്തിയതേ ഉള്ളൂ അല്ലേ? അതെ, ശകലം കത്തിയതേ ഉള്ളൂ. ഇതേപോലെ മണിക്കൂറുകളോളം അവർ ഇത് കത്തിച്ച് കൈ വെച്ചിട്ടാണ് വിളക്കായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന്. അപ്പം ഇതൊക്കെ ഇന്നത്തെ തലമുറ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പാണ്ഡവത്തിരി വേണ്ട ഇതേപോലെ കത്തും. ഇത് പച്ചയിലേ കത്തുന്ന കണ്ടോ? പച്ചയില കണ്ടോ? നമ്മ കൂമ്പ് പൊടിച്ച് പച്ചനെ തന്നെയല്ല നമ്മ ഈ കത്തിച്ചത്. ഇത് കാറ്റടിച്ചിട്ട് കെടൂലിത് വേണ്ട. അങ്ങനെ പുതിയ കെടും. അതെ, എന്നാലും നമുക്ക് ആവശ്യമുള്ള പകരം ഊതിക്കെടുത്തേം ചെയ്യാല്ല. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഇത് കത്തിച്ച് പോവുകയും ചെയ്യാം. ചക്കല കത്തിയുള്ള ഇലയുടെ പേരയില. പേരയിലല്ലേ? അതെ, പേരയില. പിടിക്കൂല, എന്തായാലും പിടിക്കൂല. പിടിക്കൂല. മറ്റേത് വലിയ പെട്രോളെ പിടിക്കുന്ന പോലെ ഇത് പിടിക്കൂല. എത്രയായാലും കത്തൂല. കെട്ടുപോവും. കത്തി പിടിക്കൂല. കത്തി ഇങ്ങനെ പിടിക്കൂല. ഇതാണ് മധുരച്ചേമ്പ്. മധുരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായതാണ്. ഇപ്പൊ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേണ്. ഇത് നമുക്ക് പുഴുങ്ങി കഴിക്കാം. നല്ല മധുരമാണ് ചേമ്പിന്. ഇതിന്റെ മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്. മണിത്തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അൾസർ, അതേപോലെ തന്നെ ബ്ലോക്ക്, ഇതിനൊക്കെ നല്ലതാണ്. കാക്കയുടെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുക്കണ ഒരു ഭക്ഷണമാണ് മണിത്തക്കാളി. കാക്കയുടെ ആയുസ് നമുക്കറിയാലോ, ആയുസ് വർദ്ധിപ്പിക്കണ ഒരു ചെടി കൂടിയാണിത്. ഇതിൻ്റെ ഇല തമിഴ്നാട്ടുകാർ ഡെയിലി തോരൻ വെക്കണതാണ്. ഇതിൻ്റെ ഇലയും കായ് നമുക്ക് മുന്തിരി പോലെ വെറുതെ കഴിക്കാം. പിന്നെ ഇല തോരൻ വെക്കാം, നമുക്ക് വെറുതെ കഴിക്കാം. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മണിത്തക്കാളി. ഇതാണ് പുത്രജീവ. ഇതിന്റെ ഇല കഴിച്ചു കഴിഞ്ഞാല് ആമക്കൾ മാത്രം ഉണ്ടാവുള്ളൂ പറയണത്. അപ്പൊ ആമക്കളില്ലാത്തവർക്കൊക്കെ അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേര് തന്നെ പുത്ര. അതെന്താ നമുക്കറിയില്ല. നമ്മ മേടിച്ചെടുത്തെന്ന് പറഞ്ഞതാണ്. ഇതിന്റെ ഇലക്ക് അങ്ങനെയുള്ള ഒരു ഗുണമുണ്ടെന്ന് പറയാണ്. പുത്രന്മാര് മാത്രം. പുത്രൻ ജീവ എന്നാ വരും. പുത്രൻ ജീവ അതാണ് ഈ ചെടി. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിട്ട് ഈ ചെടി നമ്മൾ ചെലപ്പിലാക്കി അരണമരം പോലെയൊക്കെ ഇരിക്കണല്ലേ. പക്ഷെ അരണമരം ഒന്നുമല്ല കേട്ടോ, താമര അരണമരമാണ്. പക്ഷെ ഇത് ആ ചെടിയാണ്. പിന്നെ ഇത് കിളിനാവല്. കിളിനാവൽ എന്ന് പറഞ്ഞാല് കണ്ട ഈ കിളികള് ഈ നാവൽ നട്ടതിനാല് കിളികൾ ഒരുപാട് വരും. ഷുഗർ നാവൽ എന്ന് പറയും. ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് കഴിക്കാൻ ചെറുതിലേ തന്നെ കായ്ക്ക് നമുക്ക് ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. പിന്നെ ഇതൊക്കെ ഒരേ ചെറികളൊക്കെ ഉണ്ടാ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ് നട്ട് കണ്ട. പിന്നെ ഇത് കണ്ട, ഇത് മഴവിൽ കരിമ്പാണ്. മഴവിൽ കരിമ്പോ ഇതിന്റെ തണ്ട് കണ്ട, മഴവില് പോലെ വന്നണ്ട. ഇതേപോലെ വരുള്ളൂ. ഒരു മുളയുടെ ഒക്കെ ടൈപ്പില് വന്ന ഒരു കരിമ്പിന്റെ മധുരമുണ്ട്. അത് മധുരമൊക്കെ ഉണ്ട്. കരിമ്പിന് മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്ട കോഴിക്കാലൻ മൾബറി. അപ്പൊ ഇതിന്റെ അത് പേരൊരങ്ങനെ കണ്ട. ഇതിന്റെ കാല് കോഴിയുടെ കാല് പോലെ ഇരിക്കണത്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. ഇതുപോലെ ഇപ്പൊ നിറച്ച് കായുണ്ടായിട്ട് നല്ല മധുരമാണ് കേട്ടാ. ഫ്രൂട്ടിനൊക്കെ നല്ല മധുരമാണ്. ചിക്കൻ മൾബറി എന്നാണ് ഇതിന്റെ പേര്. മുട്ടുവേദന അതേപോലെ നടുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് നമ്മിങ്ങനെ ഇല എടുത്തിങ്ങനെ നമ്മ എത്ര ഇതാക്കിയാലും ഈ ഇല നിവർന്നു വരും. അതാണ് ഈ ഇലയുടെ ഒരു പ്രത്യേകത. ചതുരമുല്ല. ചതുരമുല്ല. ഇത് മുല്ല പോലെ തന്നെയാണോ അതോ എല്ലാനും ഔഷധ യോഗ്യമാണ്. ഇല്ല, ഇത് ഫ്ലവർ ഉണ്ടോ? ഇനി ഫ്ലവർ ഉണ്ടാവും. ഒരു വെള്ള ഫ്ലവർ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് വയമ്പ്. വയമ്പ് അതെ, തേനും വയമ്പും
വയമ്പ് എല്ലാവരും പണ്ട് കാലത്ത് കുളത്തിന്റെ വക്കത്തൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പാന്ന് പറഞ്ഞാല് ഇതൊക്കെ ആളുകൾക്ക് അറിയില്ല. മിക്കവർക്ക് ഇതേപോലെ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താനുള്ളൂ. വയമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിശക്തി, ഓർമ്മശക്തി, പിന്നെ സ്വരമാധുര്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് ജർജീറട്ട, അതേപോലെ ഇത് ചക്കരക്കൊല്ലി. ചക്കരക്കൊല്ലി എന്ന് പറഞ്ഞാൽ ഷുഗറിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വെള്ള മുസ്ലി പവർ എന്നൊക്കെ പറഞ്ഞ ഇതില്ലേ, മുസ്ലി പവറാണ്. അതാണ് വെള്ള മുസ്ലിയാണ് നമ്മുടെ ഈ സഫേദ് മുസ്ലി. അതന്നെ സഫേദ് മുസ്ലി ഇത് അതാണ്. ഇതിവിടെ ഉണ്ടാവുമോ? ഇതിവിടെ ഉണ്ടാവും. ഇതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ്. പിന്നെ ഇത് സർവത്ത് ഉണ്ടാക്കൂലേ, നറുനീണ്ടി കിഴങ്ങ്, ഇതൊക്കെ നമുക്ക് ഇതേപോലുള്ള ബാഗിലൊക്കെ നട്ടു വളർത്തി എളുപ്പത്തിൽ വേരാളിൽ ഇതിന്റെ ഉപയോഗിക്കണത്. പിന്നെ അത് ബ്രഹ്മിയാണ്. ഈ ബ്രഹ്മിയില്ലേ, ബ്രഹ്മിയൊക്കെ പണ്ട് കുളത്തിന്റെ ഒക്കത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേണ്. നമ്മളാണ് കുളത്തിന്റെ പക്കത്ത്. അതെ. പിന്നെ അത് പുളിയാറില എന്ന് പറഞ്ഞാല് ഭയങ്കര ഔഷധ ഗുണമുള്ള, നമുക്കില്ലേ ഇപ്പൊ വായ്പുണ്ണ്, അൾസറിനൊക്കെ അത് ഈ പുളിയാറിൽ മോരിൽ അരച്ചിട്ട് നമ്മ വായിൽ കൊള്ളേ, അല്ലെങ്കിൽ ഇതൊക്കെ ഔഷധമല്ലേ? ഇതൊക്കെ ഔഷധം. ഇതൊക്കെ നമ്മളവിടെ വീട്ടിൽ പറിച്ചു കളയുന്നതാണ്. കാടാന്നോർത്ത് അവിടെയൊക്കെ ഇടുക്കിയല്ലേ സ്ഥലം. ഇടുക്കിയിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടും പ്രദേശത്ത് അല്ലാത്തോടത്തൊന്നും ഇതൊന്നുമില്ല. അപ്പൊ ആളുകളോട് കഴിക്കാൻ പറയുമ്പോ ആളുകൾക്ക് ഇത് കിട്ടാനില്ല. ഞാനിതൊക്കെ പണ്ട് പറിച്ചു ചെയ്യുമ്പോ ചവച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളിങ്ങനെ വഴി കൂടെ പണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു ഇതൊക്കെ. പക്ഷെ ഇന്നാണ് ഇപ്പൊ ഇത് കാണുമ്പോ പേടിയാ. പിള്ളേരെ തൊട്ട് നമ്മള് കഴിക്കേണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ കഴിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതാണ് മർമ്മ ഗന്ധി എന്ന് പറയുന്ന ഔഷധ ചെടിയാണ്. ഇത് മർമ്മ ഗന്ധി എന്ന് പറയണത് വെച്ചാൽ ഇതിന്റെ ഇല ഇപ്പൊ നമ്മ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ കൂട്ടിച്ച് തനിയെ ഒട്ടിപ്പോകുന്ന പറയണത്. തനിയെ പോകും. അത് വെക്കേണ്ട പോലെ തന്നെ വെച്ച് കഴിഞ്ഞാലില്ല, മർമ്മഗന്ധിയാണിത്. ഇത് ആ മർമ്മ ചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് പച്ചക്ക് തിന്നണ ചേമ്പ്. നമ്മ അതിന്റെ കിഴങ്ങ് പച്ചക്ക് കഴിക്കാം. മേലെ തണ്ടൊക്കെ കപ്പച്ചേമ്പ് എന്ന് പറയൂല, അതിന്റെ വലിയ പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ചെറിയ പ്ലാന്റ് കൊറിയർ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി നമ്മ പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ മദർ പ്ലാന്റുകളൊക്കെ ഉണ്ട്. കപ്പച്ചേമ്പ് എന്നാണ് അത്. നമുക്ക് പച്ചനെ കഴിക്കാം കിഴങ്ങ്. അപ്പൊ വയലിലൊക്കെയാണ് ഇത് പണ്ട് ഉണ്ടാവണത്. നമുക്ക് ഇതേപോലെയൊക്കെ ചട്ടിയിലും ചാക്കിലും ഒരുപാട് അസുഖത്തിൽ നല്ലതാണ്. ഒരുപാട് ആവശ്യപ്പെടണ ചീരയാണ് വയൽ ചീര. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ നടുണ്ട്. വെണ്ടയും പയറൊക്കെ തക്കാളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇവിടെ നടും. ആമ്പലൊക്കെ ഉണ്ട്. എല്ലാത്തിലും ആമ്പലുകളുണ്ട്. ആമ്പല് പല കളറുണ്ട് എന്ന് പറഞ്ഞു. ആമ്പലുണ്ട്, താമരയുണ്ട്. പിന്നെ ഇതാണ് ബീറ്റ്റൂട്ടിന്റെ കളറുള്ള മധുരക്കിഴങ്ങ്. ബീറ്റ്റൂട്ടിന്റെ കളറുള്ള കണ്ട, ഇതാണ് ബീറ്റ്റൂട്ടിന്റെ കളറുള്ള മധുരക്കിഴങ്ങ്. ഇതിന്റെ അകവശവും ബീറ്റ്റൂട്ട് പോലെ തന്നെ കണ്ട. ഇതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ്. ഭയങ്കര ടേസ്റ്റും ഉണ്ട് ഇത് പുഴുങ്ങി കഴിഞ്ഞാലൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാരറ്റിന്റെ കളറുള്ളത്, ഇത് ക്യാരറ്റ് തന്നെ. ഇത് ബീറ്റ്റൂട്ടിന്റെ. ഇതിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. വീട്ടിലൊക്കെ അത്യാവശ്യം നമ്മ ഈ വക കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും തന്നെ മേടിക്കണില്ല. ഇവിടെ പലതരം കാച്ചില് എല്ലാം നിങ്ങൾ ഇവിടെ കൃഷി തന്നെയാണ്. നനകിഴങ്ങ്, പിന്നെ പുല്ലൻ കിഴങ്ങ്, താമരക്കണ്ണ ചേമ്പ്, പിന്നെ പലതരം കപ്പകള്, അടതാപ്പ് എല്ലാം നമ്മുടെ കൃഷിയാണ്. നമ്മ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളും മേടിക്കണില്ല. ചേമ്പ്, ചെറിയ ചേമ്പ്, അതേപോലെ തന്നെ വലിയ ചേമ്പും. ഇതൊരു വെരിഗേറ്റഡ് വാഴയാണ്. വെരിഗേറ്റഡ് വാഴ എന്ന് വെച്ചാൽ ഇതിന്റെ പഴവും ഈ വെരിഗേറ്റഡ് തന്നെ പോലെ ഇരിക്കുള്ളൂ. ഈ ഇല പോലെ തന്നെയാണ് ഇതിന്റെ പഴവും. പിന്നെ ഇത് അമ്മയും കുഞ്ഞെന്ന് പറയുന്ന ചേമ്പാണ് കേട്ടോ. കള്ളേ മക്കളെന്നുള്ള ചേമ്പാണ്. ഈ ചേമ്പിന്റെ ചുറ്റും ഇരിക്കും ചെറിയ ചെറിയ ഇത് വിളവെടുക്കുന്ന ടൈമിൽ. അപ്പൊ അതിനെ മക്കളെ പോറ്റി എന്നാണ് അതിന്റെ പേര്. പിന്നെ വഴുതന കൃഷി, വഴുതനയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വഴുതനയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് മാറാഞ്ചേമ്പ്. മാറാഞ്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴിനകത്തിന് ഏറ്റവും ബെസ്റ്റാണ്. കുഴിനകം ഉള്ളവര് ഇതിന്റെ തണ്ടില്ലേ, ആ തണ്ട് മുറിച്ചിട്ട്
കുരുനകമുള്ള ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മതി. കുരുനകം പെട്ടെന്ന് മാറും. പിന്നെ ഇതിന്റെ തട അവിടെ നിപ്പുണ്ട്. ആ തട നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം. പക്ഷെ ഇതേപോലെ ഈ വൈറ്റ് സൈഡിലൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കേണ്ടതല്ല. അത് ചെടിയാണ്. അത് തോന്നും, കാണുമ്പോ ഇതുപോലെ തന്നെ തോന്നും, പക്ഷെ അത് ചൊറിയും. അത് നമുക്ക് ഉപയോഗിക്കാതെ അത് ചൊറിയൻ ചേമ്പ്. ഇത് അതല്ല, ഇത് മാറാൻ ചേമ്പാണ്. പിന്നെ ഇത് ഇൻസുലിൻ പ്ലാന്റ് ആണ്. ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഇതിന്റെ ഇല കഴിച്ചാൽ മതി. ഒരു 28 ദിവസം കഴിച്ചു കഴിഞ്ഞാല് നല്ല റിസൾട്ട് ആണ്. ഇതൊക്കെയോ ഒരുപാട് ഇലകളും ആയിട്ട് മേടിക്കും ആൾക്കാർ, ചെടിയായിട്ടും മേടിക്കും. ഇതൊക്കെ നമ്മൾ കളയണ സാധനമാണ്. അത് ഇത് മഴവിൽച്ചോളമാണ്. മഴവിൽച്ചോളം അറിയില്ല, മഴവില് പോലെ ഇരിക്കുള്ളൂ. ഇത് ചോളുണ്ടായി കഴിയുമ്പോ. പിന്നെ ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. ഇതിന്റെ ഇലമേല് മുള്ളുണ്ടാവൂല, വേണ്ട. പിന്നെ ഇത് 6 കിലോ വരെ വെയിറ്റ് വെക്കും. പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ പൈനാപ്പിളിന്. നമ്മുടെ വെള്ള അകത്തി കണ്ടില്ല, അതിന്റെ റെഡ് കളറാണിത്. ഇത് ഇതേപോലെ കൊണ്ട് ചെറുതിലേ തന്നെ ഫ്ലവർ ചെയ്ത് നമുക്ക് ചട്ടിയിലൊക്കെ നട്ടുകൊടുക്കാം. ഒരു ഓർണമെന്റൽ പോലെ നിൽക്കുകയും ചെയ്യും. ഒരു ഓർണമെന്റൽ പോലെ നിൽക്കും. അതിലേറെ ഇതിന് ഗുണങ്ങൾ നമുക്ക് ഇതേപോലെ കണ്ട ചെറുതിലേ തന്നെ കായ്ക്കും. നമുക്ക് ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ്. ഭയങ്കര ടേസ്റ്റ് ആണല്ലോ ഇതിനൊക്കെ. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങാണ്. ഇതൊക്കെ മധുരക്കിഴങ്ങ് വെറൈറ്റീസ് ആണ്. അതിന്റെ കുറെ വെറൈറ്റി ഉണ്ടോ? ഇവിടെ 7 വെറൈറ്റി മധുരക്കിഴങ്ങുണ്ട്. ഇത് പുറം നല്ല മജന്ത, ഉള്ളിൽ നല്ല മഞ്ഞ. ഇത് വെളുത്ത കളർ. ഇതിന് അമേരിക്കൻ ചീരാന്ന് പറയും കേട്ടോ. ഇത് ഈ മധുരക്കിഴങ്ങ്, ഇതിനെയാണ് അമേരിക്കൻ ചീര എന്ന് പറയുന്നത്. അല്ലേ ഇതിന്റെ ഒക്കെ എല്ലാം നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം, നമുക്ക് കിഴങ്ങ് കിട്ടുകയും ചെയ്യും. ഇതും മധുരക്കിഴങ്ങ് കണ്ട. ഇതിന്റെ പുറം ഇതേപോലെ വയലറ്റ്, പക്ഷെ ഉള്ളില് വെള്ളക്കളറ്. ലാപുരം ഊരുവണ്ട. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇത് ഇഷ്ടംപോലെ കായ ഉണ്ടാവും. പിന്നെ നല്ല നീളത്തിലുള്ള കായകളാണ് കണ്ട, നല്ല വെളുത്ത കായകളാണ്. മംഗലാപുരം ചെറുപ്പത്തിലെ കായ്ക്കൂലേ? അതെ അതെ, ഇതൊക്കെ ഒരു നാടൻ വെറൈറ്റി ആണ്. ചെറുപ്പത്തിലേ തന്നെ കായ്ക്കൂടെ. മംഗലാപുരം ഊരുവണ്ട. മംഗലാപുരം ഊരുവണ്ട. ഇത് ചെറുള, കരൾ വേഗം. കരൾ വേഗം എന്ന് പറഞ്ഞത് കരളിന്റെ ആകൃതിയാണ് ഈ ഇലയമേൽ കണ്ട. ഇതൊക്കെ കരിനൊച്ചി. പിന്നെ തുളസി തന്നെ പല തുളസി, കാട്ടു തുളസി. അത് കായത്തിന്റെ ചെടിയാണ്. പിന്നെ ഇത് വലിയ മുത്തുള് കണ്ട, നമ്മ കൊടവന്റെ ഇല എന്ന് പറയൂലേ, അത് ചെറുത് ഉണ്ട്. ഇത് വലിയ മുത്തുള്. ഇതൊക്കെ വളരെ അപൂർവമാണ്. പിന്നെ ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാലില്ലേ, ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവൂല മുരിക്ക്. പക്ഷെ ഇവിടേക്ക് ഇതില്ലാണ്ട് ഇല്ല. മുരിക്കൊക്കെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മുരിക്കൊക്കെ ആൾക്കാര് മരുന്നിന് വേണ്ടിയിട്ട് ഇതിന്റെ തൊലി ഒക്കെ, മുരിക്കിന്റെ ചെടി മേടിക്കുള്ളൂ. തൊലിയൊന്നും നമ്മ കൊടുക്കണില്ല, ചെടി മേടിക്കും. പിന്നെ ഇത് മരവുരി. മരവുരി എന്ന് പറഞ്ഞാൽ സന്യാസിമാരില്ലേ, പണ്ട് വസ്ത്രങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, അപ്പൊ ഇതിന്റെ തോലാണ് കൊടുത്ത് നടന്നിരുന്നത്. മരവുരി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതൊക്കെ ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവൂലല്ലോ. പിന്നെ ഇതൊരു ചെറുള്ളി എന്ന് പറഞ്ഞിട്ട് മരുന്നിന് ഉപയോഗിക്കണ ഒരു ഉള്ളിയാണ്. ജാവാട്ടി ഉണ്ടാക്കണത് ഇതിന്റെ പൂ കൊണ്ടിട്ടാണ്. അപ്പൊ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള തുളസിയാണ്. പൂച്ചമീശ എന്നും പറയും ഇതിനെ. പൂച്ചയുടെ മീശ പോലെയാണ് ഇത് ഇരിക്കണത്. സാധാ ഇവിടെ ഒരു 4 വെറൈറ്റി ശംഖുപുഷ്പുണ്ട്. വൈറ്റ് ഉണ്ട്, ഇളനീലി ഉണ്ട്, ഒറ്റ പെറ്റലിന്റെ ഉണ്ട്. ഇത് ഒരുപാട് പെറ്റലാണ് കണ്ട. നമുക്കിത് 2 എണ്ണമൊക്കെ മതി നമുക്ക് ശംഖുപുഷ്പത്തിന്റെ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇന്ന് ശംഖുപുഷ്പമൊക്കെ നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കണത്. ഇതിന്റെ പൗഡറൊക്കെ എത്രത്തോളം വിശ്വാസം നമുക്കറിയില്ല. പൂവായിട്ടൊക്കെ മേടിക്കാനും കിട്ടും. അപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാമല്ലോ. ഫുൾ വൈലറ്റ് ആയിരിക്കുള്ളൂ ഉള്ളും പുറമൊക്കെ കണ്ട. സാധാരണ ചില കാച്ചിൽ ഇങ്ങനെ പുറം വയലറ്റ് ഉള്ളിൽ വെള്ളമായിരിക്കും. പക്ഷെ ഇത് ഫുള്ള്. ഇതിപ്പോൾ ഒരുപാട് ആവശ്യക്കാരാണ് ഇതിന്. ഇത് നമ്മ വിളവെടുത്തത് ഒരുപാട് നട്ടിട്ടുണ്ടാവുക. അതേപോലെ നമ്മ തേങ്ങാക്കാച്ചിലുണ്ട് ഇവിടെ. തേങ്ങയുടെ പോലെ ഇരിക്കും. പിന്നെ ഉള്ളിൽ എന്നിട്ടാണ് രക്തക്കാച്ചിൽ, ചോരക്കാച്ചിൽ എന്ന് പറയാ കാച്ചിലുണ്ട്. അത് നമ്മിങ്ങനെ കുത്തുമ്പില്ല ചോര പൊടിയണ പോലെ വരും. അങ്ങനത്തെ കാച്ചിലൊക്കെ പല വെറൈറ്റി നമ്മൾ നട്ടിട്ട്. സൗഹൃദ ചീര, മരച്ചീര എന്നൊക്കെ പറയും. ഇത് നമുക്ക് പച്ചക്ക് സലാഡായിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് തോരനുണ്ടാക്കാം. ഒരുപാട് ആവശ്യക്കാരാണ്. നമുക്ക് നട്ടേനെ നല്ല അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. പിന്നെ ഇത് ഓട്ടോഗ്രാഫ് ചെടിയാണ്. ഇതിന്റെ ഇലയമേൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മാഞ്ഞു പോവില്ല.
ഓട്ടോഗ്രാഫ് പോലെ അതുമല്ല ഇരിക്കും. ദന്തപാല, ഇതാണ് ദന്തപാല. ദന്തപാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോറിയാസിസ്, മുടി കൊഴിച്ചില്, താരൻ, അകാല നിരക്കൊക്കെ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനാണ്. പിന്നെ പല്ലുവേദനയൊക്കെ വരുമ്പോൾ ഇതിന്റെ ഇല കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ പല്ലുവേദനയൊക്കെ മാറും. ഈ ചേമ്പാണ്. ഇത് ഞാനില്ല 1 കിലോത്തിന് 200 രൂപയിട്ട് മേടിച്ചിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരത്ത് ഒരു മേളയെ പോയപ്പോ. ഇത് നമുക്ക് ഇതൊക്കെ ഇത് തന്നെയാണ്, കിഴങ്ങല്ല, ഇതാണ് കറി വെക്കണതൊക്കെ. ഇതിങ്ങനെ പീസാക്കിയിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം, പിന്നെ കറി വെക്കാൻ എടുക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറയില്ല കുഴിനകത്തിന് അതിന്റെ തയ്യാറാണ് കാണുന്നത്. ഇതിപ്പോ ഒരു 2 വർഷം എത്തിയതാണ്. പക്ഷെ ഇത് ഇനിയും ചേമ്പോലെ ഇങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കും. ഇത് പിന്നെ നമുക്ക് ഇതിന്റെ പീസ് നട്ടുകൊടുക്കാൻ കണ്ട ആവശ്യത്തിന് നമ്മിപ്പോ ഞാനിപ്പോ ഒരു പീസാ മേടിച്ചോണ്ട് വന്നത്. ആ പീസിനെ ഞങ്ങൾ ചെറുതാക്കി നട്ടുകൊടുത്തതായിരുന്നു. അല്ല അങ്ങനെയല്ലേ, ഇപ്പൊ ഇവിടുന്ന് എനിക്ക് ആവശ്യമുള്ളത്രയും കട്ട് ചെയ്തു, അത് ബാക്കി കിളുത്തു പോകുന്നു. അത് വന്നോളൂ, അതൊക്കെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിന്നോളൂ. അപ്പൊ ഇതൊക്കെ അതിന് ആളുകൾ കണ്ടിട്ട് പോലും ഉണ്ടാവൂല. എന്നുവെച്ചാൽ വയനാട്ടിലാണ് ഇത് അധികം ഉള്ളത്. വയനാട്ടുകാരെ ഇത് മേടിച്ചത്, അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇതെവിടെ പോണു? ഇവിടെ നമ്മുടെ ഔഷധ ചെടികളുണ്ട്. ചുവന്ന കസ്തൂരി മഞ്ഞളാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഫുഡിൽ ഉപയോഗിക്കാം, സൗന്ദര്യവർദ്ധനവിന് ഉപയോഗിക്കാം. ഇതിന് കിലോ 60,000 രൂപ വിലയുണ്ട്. ഇതിന്റെ പൗഡറിന് ചുവന്ന കസ്തൂരി മഞ്ഞൾ എന്നാണ് പേര്. നമ്മൾ സാധാ കസ്തൂരി മഞ്ഞൾ നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കില്ലല്ലോ, ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. പിന്നെ നേരത്തെ ഞാൻ കപ്പച്ചേമ്പെന്ന് പറഞ്ഞില്ലേ, പച്ചക്ക്, പിന്നെ ആ ചേമ്പാണ്ടി കാണുന്നത് കപ്പച്ചേമ്പിന് അതിലേം തണ്ടും നമുക്ക് കറി വെക്കാം, പിന്നെ നമുക്ക് പച്ചനെ കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതാണ് ടോർച്ച് ജിഞ്ചർ. ഇത് ഇടുക്കിയിലൊക്കെ വ്യാപകമായിട്ടുണ്ടാവൂല. ഇതിന്റെ ഈ ഫ്ലവർ ഉണ്ടാ, ഫ്ലവറിന് 1000 രൂപ വരെ വിലയുണ്ട്. ഇത് ഈ ഫ്ലവർ 2 മാസം വരെ കേടാവൂല. എവിടെ ഇത് വിൽക്കാൻ പറ്റുന്നത്? ഇത് വിൽക്കാന്ന് വെച്ചാല് കുഴിമാടത്തിൽ വെക്കാൻ, പിന്നെ അലങ്കാരത്തിനൊക്കെ സ്റ്റേജ് എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പെണ്ടല്ലേ, അവിടെ വൈറ്റ് ഒക്കെ ഉണ്ട്. ഇത് ആർക്കും വേണ്ട, ഞങ്ങൾ അവൻ വെട്ടി കളയും ഒരു ധൈര്യം. ഇത് ഇതിന്റെ എല്ലാം നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം. ഇതിന് ഇഞ്ചിയൊക്കെ ഹോട്ടലുകളിൽ ഇഞ്ചി എല്ലാരും ഫുഡിൽ ഉപയോഗിക്കുന്നതാണ്. തായ്ലൻഡ് ഫുഡിലൊക്കെ ചേർക്കണതാണ്. പിന്നെ ഇത് വെള്ളരിക്ക്, നമ്മൾ നീലരിക്കുണ്ട്, ഇവിടെ വെള്ളരിക്കുണ്ട്. ഈ വെള്ള ഫ്ലവറാണ് കേട്ടോ. വെള്ള വളരെ അപൂർവമായിട്ട് ഉണ്ടാകുള്ളൂ. ഈ എരിക്കിന്റെ ഗുണങ്ങൾ അറിയാലോ, നമുക്ക് മുട്ടുവേദന, കാലുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ എരിക്ക്. പിന്നെ അരിമ്പാറ ഇതൊക്കെ വരൂലേ, അപ്പൊ നമ്മൾ എരിക്കിന്റെ കറി എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാല് അരിമ്പാറ കടന്നു. ഇതാണ് വലിയ തിപ്പല്ലി. ചെറിയ തിപ്പല്ലി ഇവിടെ 4 തരം തിപ്പല്ലി ഉണ്ട്. ചെറിയ തിപ്പല്ലി ഉണ്ട്, മധുരമുള്ള തിപ്പല്ലി ഉണ്ട്, പിന്നെ വലിയ തിപ്പല്ലി ഉണ്ട്, ബ്രസീലിയൻ തിപ്പല്ലി ഉണ്ട്. ഇതണ്ട, ഇത് ഇതേപോലെ നല്ല വലിപ്പമുള്ളതാണ്. ഇപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഇത് തൂക്കം കിട്ടാൻ. പിന്നെ നമുക്ക് ഈ കാന്താരി മുളകൊക്കെ സ്വർക്കിലിട്ട് വെക്കൂലേ, അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഉടക്കി പൊടിച്ച ചുമ കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് തിപ്പല്ലിയൊക്കെ. വാടാർ മഞ്ഞള്, ഇത് കിലോത്തിന് 1.5 ലക്ഷം രൂപ തുടങ്ങിയാണ് ഇതിന്റെ വില. മരുന്ന് കമ്പനിക്കാരൊക്കെ എടുക്കണാണ്. പിന്നെ ഇത് ഭയങ്കര വിശ്വാസമുള്ളൊരു മഞ്ഞളാണ്. ഇത് വെച്ചുപിടിപ്പിച്ചാൽ വീട്ടിൽ ഭയങ്കര ഉയർച്ച, അഭിവൃദ്ധി എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുള്ള മഞ്ഞളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരേറെയാണ്. എല്ലാവരും ഇതിന്റെ വിത്ത്, ഒരു ചെറിയ വിത്ത് വിൽക്കണ 3500 രൂപക്കൊക്കെയാണ് ഒരു ചെറിയ വിത്തോ വിൽക്കണത്. നമുക്കത് വിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത്. അല്ലല്ല, കരിമഞ്ഞളല്ല. കരിമഞ്ഞൾ ഇതേപോലെ ഇരിക്കുമെങ്കിലും ഇതിന്റെ തണ്ട് റെഡാണ്. മറ്റേ കരിമഞ്ഞളിന്റെ തണ്ട് പച്ചയാണ്. ഇത് അതിന്റെ മുളച്ചുണ്ടാ. പിന്നെ റെഡ് തണ്ടായിരിക്കുള്ളൂ. നമുക്ക് കാണുമ്പോൾ കരിമഞ്ഞൾ പോലെ ഇരിക്കും. പക്ഷേ ഇതിന്റെ പേരാണ് വാടാർ മഞ്ഞൾ. എല്ലാവരും ചെറിയ വിത്തിന് 3500 രൂപക്കാണ്. ഓൺലൈനിലൊക്കെ നോക്കിയാൽ അറിയാം. നമ്മൾ പക്ഷെ 600 രൂപക്കൊക്കെ കൊടുക്കും. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലേ, എല്ലാവരും വെച്ചുപിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇത് മുട്ടുവേദനക്കൊക്കെ ഭയങ്കര നല്ലതാണ്, സൗന്ദര്യവർദ്ധനവിനൊക്കെ നല്ലതാണ്, അതിനും എല്ലാത്തിനും നല്ലതാണിത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിനൊക്കെ നമ്മൾ അധികം വളം ചെയ്യാൻ പാടില്ല.
ഞാനപ്പോ ഈ വാടാർ മഞ്ഞള് 100 ഗ്രാമിന് 30,000, 100 ഗ്രാമിൽ കുറവ് തരൂലെന്ന് പറഞ്ഞു. നമ്മ ഒരു പീസൊക്കെ ചോദിച്ച് നമ്മ അതിന് വില കൊടുക്കാം, 5,000 രൂപക്കൊക്കെ ഒരു ചെറിയ പീസ്. പക്ഷെ അങ്ങനത്തെ എല്ലാം 100 ഗ്രാമിൽ കുറച്ച് തരില്ല, എന്നിട്ട് 100 ഗ്രാം 30,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. 30,000 രൂപയോ? ആ, അന്ന് 3 ലക്ഷം. പക്ഷെ നമുക്കിത് എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇത്ര വിലക്ക്? മാർക്കറ്റ് ഇത് മരുന്ന് കമ്പനിക്കാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇത് ആദ്യം ഞാൻ വീഡിയോ ചെയ്തപ്പാ, അപ്പൊ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ടായില്ല. അവര് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മുടെ മഞ്ഞള്, അവരുദ്ദേശിച്ച ക്വാളിറ്റി ഒക്കെ, എന്നിട്ട് അവരെടുക്കും. പക്ഷെ എനിക്കിപ്പോ വെച്ചാൽ ഇതിന്റെ വിത്തൊക്കെ തന്നെ വിറ്റ് പോകണ്ട ആവശ്യം പോലെ, തൈ വിത്തൊക്കെ തന്നെ മേടിക്കാനും ഞാൻ പിന്നെ അതിന്റെ മാർക്കറ്റ് ഒന്നും അന്വേഷിച്ചിട്ടില്ല. പേരിൽ തന്നെ ഉണ്ട് എന്തിനാണ് ഉപയോഗിക്കണേന്ന്. എന്താ പേര്? അർബുദനാശിനി. അർബുദനാശിനി. അപ്പൊ അർബുദനാശിനിയൊക്കെ നമുക്ക് റെയറായിട്ടുള്ള ഔഷധ ചെടിയാണ് കേട്ടോ. സീതാർമുടി എന്ന് പിന്നെ പറയും. ടെറസിലെ കൃഷി. അതെ, ഇതാണ് പച്ചില തുളസി. ഇത് തുളസി തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല നല്ല ഈ ഫ്ലേവർ ഉള്ളതാണ്. പിന്നെ ഇത് തായ്ലൻഡിന്റെ തുളസിയാണ്. തായ്ലൻഡ് ഇതൊക്കെ നല്ല ഒരു ഫ്ലേവറാണ്. പിന്നെ ഇത് വിളക്ക് തുളസി. ഇത് ഇതിന്റെ എല്ലാ വിളക്കിൽ തിരിയായിട്ടൊക്കെ എണ്ണയിൽ മുക്കി കത്തിക്കുന്നു അറിയുന്നുണ്ട്, വിളക്ക് തുളസി. പിന്നെ ഇത് നടുവേദന, മുട്ടുവേദന, നടുവേദനക്കൊക്കെ ഇതിന്റെ ഞാൻ ചെടി ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ വളർത്തിയിരുന്നു. ഗ്രോ ബാഗ് പഴയ തന്നെ ആൾക്കാർ വന്ന് നല്ല വില വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. തുളസി തന്നെ നല്ലൊരു വെറൈറ്റി ഉണ്ടല്ലേ? തുളസി ഒരു 16 വെറൈറ്റി തുളസി ഉണ്ട്. താമരക്കണ്ണ ചേമ്പ്. പിന്നെ ഇത് വെളുത്തുള്ളി പ്ലാന്റ്. ഇതില്ലേ നമുക്ക് വെളുത്തുള്ളിക്ക് പകരം കറി ചേർക്കണതാണ്. വെളുത്തുള്ളിക്ക് പകരം ചേർക്കണതാണ്. വെളുത്തുള്ളിക്ക് വരിയല്ല ഇട്ടാ മതി. പിന്നെ അതൊരു ഒരടി നീളമുള്ള, ഒരടിയല്ല ഒരു 2 അടിയൊക്കെ നീളമുള്ള ചതുരപ്പയർ. ചതുരപ്പയർ സാധാരണ ചെറിയ ചതുരപ്പയറല്ലേ, ഇത് കുറച്ച് നീളമുള്ള ചതുരപ്പയറാണ്. വേണ്ട ഒരു 1.5 അടിയൊക്കെ ഉണ്ടാവും. ഇതിന്റെ വിത്തൊക്കെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് അപ്പൊ തന്നെ വിത്ത് മൊത്തം വിറ്റുപോയതാണ്. ഇനി ഇത് വള്ളിച്ചീരയാണ്. ഇതാണ് ബസലച്ചീര, വള്ളിച്ചീര എന്നൊക്കെ പറയൂലേ. ഇത് കൊളസ്ട്രോളിന് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മിപ്പോ ഒരാഴ്ച നമ്മ ഇതിന്റെ നീര് രാവിലെ തന്നെ ജ്യൂസാക്കി കഴിച്ചു കഴിഞ്ഞാല് 500 ഉണ്ടായ കൊളസ്ട്രോള് ഒരാഴ്ച കൊണ്ട് 100 ആയി. അത്രയും പവറുള്ളതാണ്. പിന്നെ ഷുഗറിനൊക്കെ നല്ലതാണ്. വള്ളിച്ചീരക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടാ. നമ്മ എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ്. പിന്നെ രാമച്ചം, വാദം കൊല്ലി. ഇത് തായ്ലൻഡ് ഇഞ്ചിപ്പുല്ലാണ്. ഇതണ്ട തായ്ലൻഡിന്റെ ഇഞ്ചിപ്പുല്ല്. ഇത് നമ്മ ഫുഡിൽ ചേർക്കണതാണ്. ഇത് നമ്മ എല്ലാ ഫുഡിലും ചേർക്കണതാണ്. സാധാ ഇഞ്ചിപ്പുല്ലല്ല, ഇത് തായ്ലൻഡിന്റെ ഇഞ്ചിപ്പുല്ലാണ്. അപ്പൊ നമുക്ക് ചട്ടിയിലൊക്കെ ചെറുതാക്കി വളർത്തിയത്. ഇത് ഭദ്രാക്ഷം എന്ന് പറയണ ഔഷധ ചെടി. രുദ്രാക്ഷം ഉണ്ട് ഇവിടെ. ഇത് ഭദ്രാക്ഷം. പിന്നെ ഇത് ഉഴിഞ്ഞ എല്ലാവർക്കും അറിയാലോ. മുടി വളർച്ചക്കും മരുന്നിനും മറ്റേ ദശപുഷ്പങ്ങളിൽ പെട്ടതാണ് ഉഴിഞ്ഞ. ചങ്ങലമരണ്ട് ഇവിടെ ഒരു 5 വെറൈറ്റി ചങ്ങലമരണ്ട് ഉണ്ട് കേട്ടോ. ചങ്ങലമരണ്ടയുടെ ഓയിലൊക്കെ നമ്മ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. ചങ്ങലമരണ്ടയുടെ ഓയിലൊക്കെ ആളുകൾക്ക് ഭയങ്കര റിസൾട്ടാണ്. അതേപോലത്തെ ദന്തപാലയുടെ ഓയിൽ, കസ്തൂരിമഞ്ഞളിന്റെ പൗഡർ, നമ്മുടെ സാധാ മഞ്ഞള് ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഐറ്റംസ്. ഇവിടെ കംപ്ലീറ്റ് ജൈവ രീതിയിലാണ് കൃഷി. അല്ലാണ്ട് നമ്മ രാസ ഒന്നും കെമിക്കലും ഒന്നും, അത് നമ്മുടെ കൃഷിയുടെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. കാരണം ഉപയോഗിക്കാൻ നേരില്ല. ഇതെല്ലാം ചെയ്യണത് ഞാൻ തന്നെയാണ്. അപ്പൊ ഓക്കെ, എന്തായാലും നമ്മൾ കൊച്ചിയിൽ വന്ന് സുൽഫത്ത് ഇത്തായെ പരിചയപ്പെട്ടു. ഞാൻ എന്താ പറയാ, ഇത്തായെ പരിചയപ്പെടുമ്പോൾ അല്ല വിളിക്കുമ്പോൾ ഇത്രയൊന്നും ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു, ട്രാവൽ എന്തായാലും വഴിയും സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതിനൊപ്പം തന്നെ നമുക്കൊരു കർഷകയൊക്കെ പരിചയപ്പെടാമെന്ന് ഒരു വലിയ പ്രതീക്ഷകളില്ലാതാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം വളരെ എന്താ പറയുക, ഇത്ര ചിരി ഭയങ്കര പോസിറ്റീവാണ്. ഇത്ത എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ? എല്ലാവരും പറയും ഭയങ്കര ഹാപ്പിയാണ് ഇത്ത. എല്ലാവരും നിങ്ങളുടെ ചിരി തന്നെ മതി, ഞങ്ങളുടെ പകുതി സ്വഭാവം. അല്ല, അത് ശരിയാണ്. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റില്ല, മനസ്സോർന്ന് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഇവിടെ വന്ന എല്ലാവരും പറയും. തീർച്ചയായിട്ടും. എന്തായാലും കൊള്ളാം, അടിപൊളി, നല്ലൊരു കൃഷിക്കാഴ്ചയാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് എന്താ പറയാ, ഒരു ചെറിയ സ്ഥലത്ത് ഇപ്പം പല വീട്ടമ്മമാരും വീട്ടില് എന്താ പറയുക, ഒരു ജോലിയില്ല, ഭയങ്കര മുഷിച്ചിലാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചാൽ പ്രത്യേകിച്ച് ഒരു ജോലിയില്ലാത്ത വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര
എന്താ പറയാ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. മൊബൈലും ടിവിയൊക്കെ കണ്ട് അവര് സമയങ്ങൾ അവർ രോഗിയായി ഹോസ്പിറ്റലിൽ പോയി മണിക്കൂറുകളോളം ഡോക്ടറെ കാണാൻ കാത്തിരുന്ന് നമ്മ ഒരു 17 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. അതാണ് നമ്മുടെ എൻജോയ് ചെയ്തത്. ലൈഫ് നല്ല എൻജോയ്മെന്റ് അല്ലേ? ലൈഫ് നല്ല ഒരുപാട് ആളുകളായിട്ടുള്ള കണക്ഷൻ, ഒരുപാട് ബന്ധങ്ങള് ഒക്കെ കിട്ടിയത് കൃഷിയിലൂടെ മാത്രം. ഓക്കെ, എന്തായാലും ഇത്തരം ഒരു അടിപൊളി കൃഷി കാഴ്ച നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, വേണ്ടവര് ഇതായി കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന പേര്. അപ്പൊ ആ ചാനലില് ഈ ഔഷധ ചെടികളുടെ ഒക്കെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോസ് കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കാണാം, കമന്റ് ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അടക്കം 65-ലധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2 വർഷം 2019 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, 2020 കിട്ടി. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൃഷി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പു പ്രദേശമാണ്. കൃഷി ഒരു ചെടി പോലും നടാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അവിടെയാണ് നമ്മ ഇത്രയധികം സാഹസം കാണിച്ചു കിട്ടിയേക്കണത്. അപ്പൊ അത് മനസ്സിന് സന്തോഷം. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേറെ ഒന്നല്ല, വരുമാനം എനിക്കൊന്ന് അത് നന്നായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലുപരി മനസ്സിന് സന്തോഷം. നല്ലൊരു വരുമാനമുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങള് ഒട്ടും മടിക്കാതെ എന്താ പൊന്നിത്ത എന്നെ ഓടിച്ചിട്ട് കൊതുകിന്റെ ഭയങ്കര ശല്യമുണ്ട് ഇവിടെ. കൊതുക് നിറച്ചിട്ടുണ്ട് ഇവിടെ. കൊച്ചിയുടെ കൂടപ്പുറപ്പാണല്ലോ കൊതുക്. ഓക്കെ, എന്തായാലും ഇത്താടെ നല്ലൊരു കൃഷി വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും മടിച്ചിരിക്കാതെ നിങ്ങളും വളരെ ഊർജ്ജസ്വലരായിട്ട് കൃഷിയിടത്തിൽ ഇറങ്ങുക, നല്ലൊരു വരുമാനം ഉണ്ടാക്കുക. അതിനുള്ള ടിപ്സൊക്കെ ഇത്ത പറഞ്ഞതിനും ഇത്തയെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെ നമുക്ക് നിർത്താമല്ലേ? അതെ, നിർത്താം. കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തയ്ക്ക് പറയണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് പിന്നെ ചോദിച്ചു. നിങ്ങൾക്ക് കൃഷി പരമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. എല്ലാ കോളും നമ്മ അറ്റൻഡ് ചെയ്യും. ആരുടെ കോളും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കൂല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഇത്. ആളുകൾ കാണുന്ന വലിയ ഗുണങ്ങളില് ഒന്നതാണ്. കോൾ അറ്റൻഡ് ചെയ്യും. എല്ലാ കാര്യത്തിലും നമ്മ ആർക്കും എപ്പോ വേണമെങ്കിലും സംശയം തീർത്തു കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും വിളിക്കുക, കാര്യങ്ങളൊക്കെ തിരക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിയിൽ നിന്ന് വിടവാങ്ങുന്നു. നല്ലൊരു എപ്പിസോഡാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് വിടവാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.